ഹലോ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഗീതിൻ്റെ കുഞ്ഞൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ ദൂരെ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ. ദൂരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നും അല്ലേ, വീടിൻ്റെ മുകളിലോട്ടാട്ടോ പോകുന്നത്. എന്തിനാണെന്നറിയാമോ അങ്ങോട്ട് പോകുന്നത്? അവിടെ നമ്മളെയും കാത്ത ഒരാൾ അവിടെ കിടപ്പുണ്ട്. ദൈവനാണ് അവിടെ കിടക്കുന്നത്. ഇത് പച്ചക്കറി വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞപ്പോൾ അതിൽ നിന്ന് പിടിച്ചതാട്ടോ. ഒരു കുഞ്ഞു മത്തങ്ങയാണ്, ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നേ. നിറച്ച് പൂക്കുകയും നിറച്ച് കായും പിടിച്ചു. പക്ഷേ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. പിന്നെ ഇത് കുരങ്ങൻ്റെ കണ്ണിലൊന്നും പെട്ടിട്ടില്ല, അതുകൊണ്ടാട്ടോ ഇത് നമുക്കിപ്പോൾ കിട്ടിയത്. കുരങ്ങന്മാർ എന്നും വരും, പക്ഷേ അവർ കണ്ടില്ല എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത് എപ്പോഴേ കുരങ്ങൻ്റെ കയ്യിൽ പോയേനെ. അപ്പം നമുക്ക് ഇനി മത്തങ്ങ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി വന്നതാണ്. എല്ലാവരും കൂടെ ആയിട്ടോ കയറി വന്നത്. ആകെ ഒരെണ്ണേ ഉള്ളൂ, താഴെയാണ് ആദ്യം ഇത് പടർന്നത്, പിന്നെ അവിടുന്ന് മുകളിലോട്ട് കയറ്റി വിട്ടേ കേട്ടോ. ഇതിൻ്റെ മേളിലൊക്കെ തൊട്ട് ഭയങ്കര റബ്ബറും ഭയങ്കര കാടും ഒക്കെ ആട്ടോ. നിറച്ച് പാറയൊക്കെ ഉണ്ട്. മത്തങ്ങ നമുക്ക് വിളഞ്ഞു എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് താഴത്തെ വീട്ടിലെ അണ്ണനാണ് കേട്ടോ വന്നെടുത്തത്. അണ്ണന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇത്രയും സമയം. അണ്ണൻ തന്നെ കേട്ടോ കട്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇതാ പകുതി വിളഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ആയിട്ടില്ല പകുതി. മത്തങ്ങയൊക്കെ കട്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായി തേങ്ങയില്ല എന്ന് വെക്കാൻ. അങ്ങനെ പിന്നെ പൊന്നു പോയി തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത കടയിൽ പോയി തേങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്ത് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഈ കുഞ്ഞിന് ഞാൻ വേവിച്ചുടച്ച് കൊടുക്കുകയും അവളത് കഴിച്ചോളൂ. അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ മത്തങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ആവി കയറ്റി വേവിച്ചിട്ട് ഉടച്ച് കൊടുത്താൽ അവൾ കഴിച്ചോളും. അതുകൊണ്ട് പകുതി എടുത്തിട്ട് പകുതി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 2 വീട്ടുകാരും കൂടി ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ അടുത്ത വീട്ടിലെ അമ്മൂമ്മയ്ക്ക് വയ്യ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പകുതി കൊടുത്താൽ അമ്മൂമ്മയ്ക്ക് വയ്ക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ വെച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ മത്തങ്ങയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. നന്നായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ എന്നെ ഒന്ന് പൊക്കി പറഞ്ഞ കേട്ടോ. ഞാൻ പതുക്കെ പതുക്കെ അവിടെ നിന്ന് കട്ട് ചെയ്തത്. ഞാൻ ഇടയ്ക്ക് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല കേട്ടോ, ഇത് അടുത്ത് പൊന്നുമുണ്ട്, അവളുടെ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും കുഞ്ഞ് ഉറക്കമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവളെ കൊണ്ട് ഉറക്കി അതിനിടയ്ക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കട്ട് ചെയ്തതേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. പയറും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കുക്കറിൽ കയറ്റിയത്. ഇത് തിന്നുന്നത് കണ്ടുകൊണ്ട് ഞാൻ ആടാണെന്ന് നിങ്ങൾ കരുതണ്ട. അത് നല്ല ഒരുപാട് വിളഞ്ഞിട്ടില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. അപ്പം അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ദേവൂട്ടി അപ്പോഴേക്കും ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തേങ്ങയൊക്കെ ചേർത്ത് വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദേവൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് ഞാൻ കറി വെച്ച് അങ്ങനെ കൊടുത്തിട്ടില്ല, അല്ലാതെ വേവിച്ചുടച്ചായിരുന്നു കൊടുക്കുന്നത്. ഇന്ന് കറി വെച്ചിട്ട് കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞു. ദേവൂട്ടി തന്നെ മേക്കപ്പൊക്കെ ഇട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞൊരു വീഡിയോ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.